നമ്മളിപ്പോൾ സൈപ്രസ് എന്ന് പറഞ്ഞ രാജ്യത്താണ്. സൈപ്രസിലെ ലാർണാക്ക എന്ന പട്ടണത്തിലല്ല, പട്ടണത്തിൽ നിന്ന് 6-7 കിലോമീറ്റർ അകലെ ഒരു റിസോർട്ടിനകത്ത്. 2-ാം ദിവസം രാവിലെ ഞാൻ റിസോർട്ടിലെ എൻ്റെ മുറിയിൽ നിന്ന് 87 നമ്പർ മുറിയിൽ ഉണർന്നെണീക്കുമ്പോൾ ടെൻഷനാണ്. കാരണം ഹുസൈൻ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത് ഇവിടെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തേക്കാം, നമുക്ക് ഒന്നിച്ച് പോകാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ യാത്രയുടെ തലേദിവസം അദ്ദേഹത്തിനൊരു അസൗകര്യം വന്ന് അദ്ദേഹം 2 ദിവസം കൂടെ കഴിഞ്ഞേ വരുള്ളൂ. അപ്പോൾ ഈ 2 ദിവസം ഞാൻ തന്നെ ഇനി വഴി കണ്ടുപിടിക്കണം. ഏതായാലും രാവിലെ ഒരു 8 മണിയായപ്പോഴത്തേക്കും കുളിച്ച് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞാൻ പതിവ് പോലെ തന്നെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ബസ് സ്ഥിരമുണ്ട്, ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ ഈ സിറ്റിയിലേക്ക് ബസ്സുണ്ട്. ആ ബസ്സിൽ കയറി സിറ്റിയിലെത്തി. സിറ്റിയിൽ ഈ പ്രൊമനേഡിൽ തന്നെ, ഈ പ്രൊമനേഡാണ് നമുക്ക് ചെന്നിറങ്ങി ബസ്സുകളുടെ അവസാനത്തെ സ്റ്റോപ്പും ബസ്സുകളെല്ലാം പുറപ്പെടുന്നൊരു സ്ഥലവും കൂടിയാണ് ഈ പ്രൊമനേഡിൻ്റെ. അതായത് കടൽ തീരത്തെ ഈ പാതയുടെ വക്കുകളിൽ ബസ്സുകൾ എപ്പോഴും ഉണ്ടാവും, പല റൂട്ടുകളിലേക്ക് പോകുന്ന ബസ്സുകൾ. ഞാൻ ആദ്യം ഒന്ന് ശ്രമിച്ചത് ഇത്തരം ബസ് ഗ്രാമങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത്രയൊരു ബസ്സിൽ കയറിപ്പോയിട്ട് കാഴ്ചകൾ കണ്ട് അടുത്ത ബസ് പിടിച്ച് വരാൻ പറ്റുമെന്നാണ്. അപ്പോൾ അത് പല സ്ഥലങ്ങളിൽ ഇറങ്ങി അടുത്ത ബസ്, കണക്ഷൻ ബസ്സൊക്കെ പിടിച്ച് പോകണം. അതൊക്കെ ഇവിടെ പലർക്കും ഈ ഗ്രീക്ക് ഭാഷയെ മാത്രമേ അറിയൂ. ഇംഗ്ലീഷ് അറിയുന്ന ഒരു ഗ്രാമങ്ങളിൽ അപൂർവമാണ്, വളരെ കുറച്ച് പേർക്ക് ഈ ഇംഗ്ലീഷൊക്കെ അറിയൂ. ഗ്രീക്കാണ് ഇവിടെ പ്രധാന ഭാഷ. ഈ സൈപ്രസ് എന്ന് പറയുന്ന ദ്വീപ് ഗ്രീക്കുകാരുടെ ഒരു ദ്വീപായിരുന്നു, അല്ലെങ്കിൽ ഗ്രീക്ക് വംശജർ വസിച്ചിരുന്നൊരു ദ്വീപാണ് ദീർഘകാലം. എന്നാൽ ഈ ദ്വീപിലേക്ക് ഇടയ്ക്ക് ഇതിൻ്റെ മറുകരയിലുള്ള അല്ലെങ്കിൽ മെയിൻലാൻഡിലുള്ള വൻകരയിലുള്ള തുർക്കിയിൽ നിന്ന് കുറേ ആളുകൾ ഇടയ്ക്കിടയ്ക്ക് ഓട്ടോമാൻ ഭരണകാലത്തൊക്കെ ഇവിടേക്ക് വന്ന് കുടിയേറി താമസം തുടങ്ങി. ഓട്ടോമാൻ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു ഒരു കാലം മുഴുവൻ ഈ സൈപ്രസ്. ആ സമയത്ത് നിരവധി തുർക്കികൾ ഇവിടെ താമസമാക്കി. പിന്നീട് ഈ തുർക്കികളും ഗ്രീക്കുകാരും തമ്മിലുള്ള സംഘർഷം മൂർധന്യത്തിലെത്തി. പക്ഷേ മജോറിറ്റി ഗ്രീക്കുകാരായിരുന്നത് കൊണ്ട് തന്നെ അവർ ഈ തുർക്കികളെ ഏതാണ്ടൊക്കെ അടിച്ചൊതുക്കിയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ 1974 ആയപ്പോഴേക്കും തുർക്കിയുടെ പിന്തുണയോടെ, അല്ലെ തുർക്കിഷ് സൈന്യം ഈ ഗ്രീക്ക് വംശജരെ ആക്രമിച്ച്, അല്ലെങ്കിൽ അവർ പട്ടാളമായിട്ട് വന്ന്, അവർ സൈന്യവുമായിട്ട് വന്ന് ഒരു ഭാഗം മുഴുവൻ കീഴടക്കി ഈ സൈപ്രസിൻ്റെ ഒരു പാതിയോളം ഭാഗം, ഒരു 30% ഭാഗം, അതിൻ്റെ കിഴക്കൻ തീരങ്ങൾ മുഴുവൻ അങ്ങ് പിടിച്ചടക്കി. ആ പ്രദേശം സൈപ്രസിൽ നിന്ന് വേർപെട്ട് ഒരു പുതിയൊരു രാജ്യമായിട്ട് അവരങ്ങ് പ്രഖ്യാപിച്ചു. ഇപ്പോഴും ഈ സൈപ്രസ് ഗ്രീക്ക് സൈപ്രസും തുർക്കിഷ് സൈപ്രസും എന്ന് പറഞ്ഞ് വേർതിരിഞ്ഞ് കിടക്കുന്നത്. തുർക്കിഷ് സൈപ്രസിൽ മുസ്ലിങ്ങളാണ് മജോറിറ്റി, തുർക്കിഷ് ജനവിഭാഗങ്ങളാണ്. ഗ്രീക്ക് സൈപ്രസിൽ ഗ്രീക്ക് ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളുമാണ്. ഇപ്പോഴും ഭീകരമായ സംഘർഷം നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ സൈപ്രസിൻ്റെ ഒരു ചരിത്രം. നമുക്ക് ഈ ഉൾനാടുകളിലേക്ക് പോകണമെന്ന് മാത്രമല്ല, നാളെ ഇവരുടെ തലസ്ഥാന നഗരം, ഈ തലസ്ഥാന നഗരം പോലും ഈ പണ്ട് ബെർലിൻ കടന്നതുപോലെ തുർക്കിക്കാരും ഗ്രീക്കുകാരും കൂടെ വീതം വെച്ചെടുത്തിരിക്കുകയാണ്. ഇതിന് നടുക്കൂടെ വലിയ മതിൽ പണിതിരിക്കുന്നു. അതിൻ്റെ നടുക്ക് നോമാൻസ് ലാൻഡ് ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഈ അതിർത്തി പ്രദേശങ്ങൾ 1974 ആ പുലർകാലത്തിന് ശേഷം 2ആയി വിഭജിക്കപ്പെട്ടു പോയൊരു രാജ്യം, 2ആയി വിഭജിക്കപ്പെട്ടു പോയ ആ രാജ്യത്തിൻ്റെ തലസ്ഥാനം, ഇതൊക്കെ അടുത്ത ദിവസം പോയി കാണുകയും വേണം. നിക്കോഷ്യ എന്നാണ് ഇവരുടെ തലസ്ഥാനത്തിൻ്റെ പേര്. അപ്പോൾ നിക്കോഷ്യ നഗരത്തിൻ്റെ നടുക്കൂടെ ഒരു രാജ്യത്തെ വിഭജിച്ചപ്പോൾ പോയിരിക്കുകയാണ്. നോമാൻസ് ലാൻഡ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ തുർക്കിഷ് ഭാഗത്തേക്കൂടെ പോകാം, അവിടെ പോയി ഭക്ഷണം കഴിക്കാം, അവിടെ റെസ്റ്റോറൻറ്റുകളുണ്ട്. ഇതിൻ്റെ നടുക്കൊരു നോമാൻസ് ലാൻഡ് ഉണ്ട്. അവിടെ എല്ലാം മാനേജ് ചെയ്യുന്നത് UN ആണ്. UN സൈന്യമൊക്കെ ആ സമയത്തുണ്ട്. അപ്പോൾ ഈ അതിർത്തിയിലേക്ക് പോകണം, ഈ പോരാട്ടം നടക്കുന്ന സ്ഥലത്തേക്ക് പോകണം, ഈ സംഘർഷം നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകണം. പറ്റുമെങ്കിൽ തുർക്കിഷ് വംശജരുടെ തുർക്കി അധിനിവേശിച്ചിരിക്കുന്ന മറ്റേ ഭാഗത്തോടെ നിന്ന് പോകണം. ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ. പക്ഷേ ഇതിനൊക്കെ ഒരു സഹായി വേണം, നമ്മളെ കൊണ്ടുപോകാൻ പറ്റുന്ന പരിചയസമ്പന്നനായ ഒരാൾ വേണം. നിർഭാഗ്യവശാൽ ഒരാളെ അങ്ങനെ കണ്ടു കിട്ടിയിട്ടില്ല. ഇന്നലെ നമ്മുടെ സൈക്കിൾ റിക്ഷക്കാരൻ മാക്ക് നമ്മളെ ഒരു സൈക്കിൾ റിക്ഷയെ കൂടെ ഒരു ഭാഗത്തൂടെ എല്ലാം കറക്കിയല്ലോ. അവിടെയെല്ലാം പോയി ഒന്ന് വിശദമായിട്ട് ഷൂട്ട് ചെയ്തിട്ട് വരാം. അപ്പോഴത്തേക്ക് ആരെയെങ്കിലും എങ്ങനെയെങ്കിലും ഒരാളെ കണ്ടുപിടിക്കാം നമുക്ക്. അങ്ങനെ ഞാൻ ആദ്യം അജിയോസ് ലാസറസ് ദേവാലയം എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പള്ളിയുണ്ട്, ഒരു പുരാതനമായ പള്ളിയാണ്. അതിനടുത്തേക്ക് ചെന്നു. കുറച്ച് ദൂരം നടക്കാൻ ദൂരമേ ഉള്ളൂ ഈ പ്രൊമനേഡിൽ നിന്ന്. അവിടെ ചെല്ലുമ്പോൾ ഈ പള്ളിക്കകത്തേക്ക് കയറുമ്പോൾ ഒരു പള്ളിക്കകം ഈ പ്രത്യേകിച്ച് ഈ ഗ്രീക്ക് ഓർത്തഡോക്സ് പള്ളികളൊക്കെ ഒരു ദുരൂഹതയാണ്. ചുണ്ണാമ്പ് കല്ലുകൊണ്ട് പണിത കൊത്തിയെടുത്ത നൂറ്റാണ്ടുകളുടെ പ്രായമുള്ള പള്ളിയാണ്. അതിനകത്തൊക്കെ ഇരുട്ടായിരിക്കും. എന്നാൽ ചില ഭാഗങ്ങളിലൊക്കെ മെഴുകുതിരികളുടെ കൂട്ടം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ചില തൂക്കുവിളക്കുകളുണ്ടാവും. ആ വിളക്ക് കത്തുന്ന ഭാഗം മാത്രം വെളിച്ചത്തിൻ്റെ ഒരു തുരുത്തായിട്ട് മാറും. അതിന് പശ്ചാത്തലം ഒരുക്കിക്കൊണ്ട് ഐക്കണോസ്റ്റാസിസ് എന്ന് പറയുന്ന ശൈലിയിൽ അവർ പണിത പെയിൻറ്റിങ്ങുകളുണ്ട്. അത് ക്രിസ്തീയ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിശുദ്ധന്മാരുടെയും യേശുക്രിസ്തുവിൻ്റെയും കന്യകാമറിയത്തിൻ്റെയും ഒക്കെ മനോഹരമായ ഐക്കണോസ്റ്റാസിസ് പെയിൻറ്റിങ്ങുകളുണ്ട്. അത് ഈ ഗ്രീക്ക് ഓർത്തഡോക്സ് പള്ളികളുടെ ഒരു പ്രത്യേകതയാണ്. അതിങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാണാം. പലതും സ്വർണ്ണം കൊണ്ടൊക്കെയുള്ള പെയിൻറ്റിങ്ങുകളൊക്കെയാണ്. അപ്പോൾ അതീവ ഹൃദ്യമാണ്, ഭയങ്കര ഫോട്ടോഗ്രാഫിക് ആണ് ഈ പള്ളിക്കകം.
മാത്രമല്ല അതിനകത്ത് കയറി ചെല്ലുമ്പം നല്ല തൂവള്ള താടിയൊക്കെയുള്ള ചില വൈദികരുണ്ട്. ഈ ഗ്രീക്ക് ഓർത്തഡോക്സ് വൈദികരൊക്കെ നീണ്ട താടിയും തലയിൽ ഒരു തൊപ്പിയും തലയിൽ കെട്ടും കറുത്ത ലോഹയൊക്കെ ആയിട്ട് ഒരു രസമാണ് അവരെ കാണാൻ. ഒരു സന്യാസി വരിനെ പോലെ തന്നെയാണ്. അവർ വിശ്വാസികളെ അനുഗ്രഹിക്കുന്നു, അവർക്ക് തൈലം ലേപനം നടത്തി കൊടുക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കുറേ വിഷ്വൽസ്, രസകരമായ വിഷ്വൽസാണ്. ഈ പള്ളിക്കും വലിയൊരു കഥയുണ്ട്. അതായത് യേശു അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഉയർപ്പിച്ചു, മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് കരുതുന്ന ഒരു ലാസറുണ്ട്. ബൈബിളിലൊക്കെ പറയുന്നതാണ് ലാസറിനെ ഉയർപ്പിച്ചു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ലാസർ പിന്നീട് ഇസ്രായേലിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് കടൽ കടന്ന് ഈ സൈപ്രസിലേക്ക് വരുന്നതെന്നും പിന്നീട് സെയിൻറ്റ് പോൾ അയാളെ ഈ സൈപ്രസിൻ്റെ ബിഷപ്പായിട്ട് അവരോധിച്ചതെന്നും 10-30 വർഷക്കാലം പിന്നീട് അദ്ദേഹം ഈ ലാസർ ഈ സൈപ്രസിലാണ് വസിച്ചിരുന്നതെന്നും അദ്ദേഹം ഇവിടെ ക്രിസ്ത്യാനിറ്റി വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചു എന്നൊക്കെയാണ് വിശ്വാസം. ഇതിന് എത്ര കണ്ട് ചരിത്രമുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും അദ്ദേഹം മരിച്ചപ്പോൾ സംസ്കരിച്ചതും ഈ ഭാഗത്താണത്രേ. അദ്ദേഹത്തെ സംസ്കരിച്ചതിൻ്റെ മുകളിലാണത്രേ ഈ പള്ളി പണിതിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് അജിയോസ് ലാസറസ് ദേവാലയം എന്നുള്ള പേരൊക്കെ വന്നത്. അങ്ങനെ രസകരമായ ചരിത്രവും കഥകളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ ഈ കഥകളൊക്കെ മനസ്സിലാക്കിയെടുത്തു. അത് പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട്, ചിലരോട് ചോദിച്ച് മനസ്സിലാക്കി, ഈ അച്ഛനോടൊക്കെ കുറച്ച് സംസാരിച്ചു. അപ്പോൾ ഈ കഥകളൊക്കെ കിട്ടി. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞു, ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അടുത്തത് ഇവിടെ അടുത്ത് തന്നെ ഒരു മോസ്ക് ഉണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ജാമി കബീർ മോസ്ക് എന്നാണ് അതിൻ്റെ പേര്. ഈ ജാമി കബീർ ബോസിൻ്റെ അടുത്തേക്ക് ഷൂട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ അതിനകത്ത് എന്തോ റിനോവേഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക, കൊട്ടും മുട്ടും ഒക്കെ കേൾക്കാം, അകത്തേക്ക് കയറ്റിവിടുന്നില്ല ആളുകളെ. അതുകൊണ്ട് അകത്തെ കാഴ്ചകൾ എടുക്കാൻ പറ്റിയില്ല, പുറത്തെ കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്തു. വീണ്ടും നടന്ന് ചെല്ലുമ്പോൾ ഈ ലാർനാക്ക കാസിൽ എന്ന് പറയുന്ന ഒരു വലിയൊരു കോട്ടയുണ്ട്. ഈ കോട്ടയുടെ സമയത്തേക്കാണ് ചെല്ലുന്നത്. ഈ കോട്ടയ്ക്കകത്തും അത് വളരെ ചരിത്രമുള്ളൊരു കോട്ടയാണ്. തുർക്കികൾ ഇവിടെ എല്ലാം കീഴടക്കി അവരുടെ ഭാഗമാക്കി വെച്ചിരുന്ന ഓട്ടോമൻ തുർക്കികളുടെ കാലഘട്ടത്തിൽ അവർ നവീകരിച്ചെടുത്ത ഒരു കോട്ടയാണ്. ആദ്യകാലത്ത് റോമക്കാരുടെ ഒരു അധിനിവേശ കേന്ദ്രമായിരുന്നു. റോമ നമുക്കറിയാമല്ലോ, റോമാ സാമ്രാജ്യം ഇങ്ങ് ഇസ്രായേലൊക്കെ കീഴടക്കി വെച്ചിരുന്നൊരു കാലമുണ്ട്. അപ്പോൾ അവരുടെ ഈ കോട്ടകൾക്കകത്തൂടെയൊക്കെ ഞാൻ നടന്നു. കോട്ട സാധാരണ ഒരു കോട്ട തന്നെ, പക്ഷേ വലിയ ചരിത്രമുണ്ട്. അതിനകത്ത് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഒക്കെ നടക്കുന്ന കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഷൂട്ട് ചെയ്ത് പുറത്തിറങ്ങി വരുമ്പോൾ ഇന്നലത്തെ നമ്മുടെ കൂട്ടുകാരൻ ഇതാ വന്നിരിക്കുന്നു സൈക്കിൾ റിക്ഷയായിട്ട്. ഒരു ചിരിയൊക്കെ ചിരിച്ച് മുമ്പിൽ വന്ന് നിൽക്കുകയാണ് നമ്മുടെ മാക്ക്. അപ്പോഴത്തേക്കും മണി ഒരു 11 മണിയൊക്കെ ആയി. മാക്ക് പറഞ്ഞു, ഇന്നും ഓട്ടോ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ പരിപാടിയൊന്നുമില്ല, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഇന്നും ഒന്ന് കയറ്, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കിട്ടുമല്ലോ എനിക്ക്. ഞാൻ പറഞ്ഞു, എങ്ങോട്ട് പോകും? ഇന്നലെ കണ്ടതല്ലേ ഇതില്ല, വേറെ റൂട്ടിൽ കൂടെ ഞാൻ കൊണ്ടുപോകാം. ശരി, ഇയാൾക്ക് ഒരു €6 കൊടുത്തേക്കാമെന്ന് തീരുമാനിച്ചു. തന്നെയല്ല എനിക്കും വേറെ ഒന്നും ചെയ്യാനില്ല. അങ്ങനെ ഇയാൾ വേറൊരു വഴി ഇവിടെ കൊണ്ടുപോവാണ്, സാധാരണ ടൂറിസ്റ്റുകളെ കൊണ്ടാകത്തൊരു വഴി. ഒരു കോൺവെൻറ്റ്, ഒരു മൊണാസ്ട്രി, അതുപോലെ തന്നെ പണ്ട് ഇവിടെ തുറമുഖമായിരുന്ന ഒരു പ്രദേശമുണ്ട്. അന്ന് കുറച്ചുകൂടി ഉള്ളിലേക്കാണ് കടൽ കയറി കിടന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റ് ഉണ്ട്. അവിടെ അന്ന് പണ്ടത്തെ തുറമുഖം ഇവിടെയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഈ 2000 വർഷം മുമ്പൊക്കെ റോമാക്കാരൊക്കെ അധിനിവേശിച്ചിരുന്ന കാലത്ത് അവരുടെ ഒരു തുറമുഖം ഇതൊക്കെ ആയിരുന്നു അത്രേ. അപ്പോൾ അവിടുത്തെ കുറേ ഭൂമിക്കടിയിൽ അല്ലെങ്കിൽ മണ്ണിൻ്റെ അടിയിൽ കുറേ കല്ലുകളും കെട്ടിടാവശിഷ്ടങ്ങളൊക്കെ കാണാം. അവിടെയൊക്കെ കാണിച്ചു. തിരിച്ച് വീണ്ടും എന്നെ ഒരു കറക്കമൊക്കെ കറങ്ങി 15 മിനിറ്റ് കഴിഞ്ഞ് ഈ കോട്ടയുടെ സമയത്ത് എന്നെ കയറ്റി ആ കോട്ടയുടെ മുന്നിൽ കൊണ്ട് ഇറക്കി വിട്ടു. അവിടെ ഞാൻ ഈ ക്യാമറയായിട്ട് ഇയാളുടെ ഒരു ബൈറ്റൊക്കെ എടുത്തു. കുറച്ച് ഇയാൾ എന്നോട് വർത്തമാനം പറയുന്ന ഇയാളുടെ കഥ, ഇയാളുടെ ജീവിതം, ഇയാൾ എന്ത് ചെയ്തിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ ബൈറ്റൊക്കെ ഞാൻ എടുത്ത് ഇയാളെ യാത്രയാക്കി. ഇയാൾ സൈക്കിൾ ചവിട്ടി വീണ്ടും പോയി അടുത്തേരെ പിടിക്കാൻ വേണ്ടി. ഞാനിങ്ങനെ ക്യാമറയായിട്ട് ഇങ്ങനെ വിഷനായിട്ട് നിൽക്കുമ്പോൾ ഒരാൾ എന്നെ ഇങ്ങനെ നോക്കി റോഡിൻ്റെ മറ്റേ സൈഡിൽ നിൽക്കുന്നുണ്ട്. അയാൾ ഒരു പിക്കപ്പ് വണ്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഒരു മഹീന്ദ്രയുടെയൊക്കെ പിക്കപ്പില്ല, അതുപോലത്തെ ഒരു പിക്കപ്പ് വണ്ടി. അപ്പോൾ ഇയാൾ ഒന്ന് കൈപൊക്കി കാണിച്ചു, ഞാനും കൈപൊക്കി കാണിച്ചു. എന്നിട്ട് ഇയാൾ റോഡ് ക്രോസ് ചെയ്ത് എൻ്റെ നേരെ നടന്നു വന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഇത് ഏത് മോഡലായി ക്യാമറ? ഞാൻ പറഞ്ഞു, ഇത് സോണിയുടെ ഇതാണ്. കാണിച്ചു കൊടുത്തു. കൊള്ളാമല്ലോ, നിങ്ങളെന്താ ജോലി? ഇംഗ്ലീഷ് അറിയാക്ക്. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു ട്രാവലോഗ് ഷൂട്ട് ചെയ്യുന്നയാളാണ്, സൈപ്രസിൽ വന്നിരിക്കുന്നതാണ്, ഇന്നലെ വന്നത്. നിങ്ങൾ എന്താണ് പരിപാടി? ഇല്ല, ഞാൻ പല ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നുണ്ട്. എന്താ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് ഇവിടെ? ഞാൻ പറഞ്ഞു, എനിക്കിന്ന് ഉൾനാടുകളിലേക്ക്, ലഫ്കാര പോലുള്ള ചില ഉൾനാടുകളിലേക്ക് പോകണമെന്നുണ്ട്. പക്ഷേ ഇന്ന് ടൂർ കമ്പനികളൊന്നുമില്ല. ഇനി ഒരു ടാക്സി വിളിച്ച് പോകണമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ തന്നെയുമല്ല, ഈ ടാക്സി വിളിച്ചാൽ ഈ ടാക്സിക്കാർക്ക് പലർക്കും ഇംഗ്ലീഷ് അറിയില്ല. എനിക്ക് വേണ്ട പല കാഴ്ചകളിലേക്കും അതിൻ്റെ കഥകൾ പറഞ്ഞു തരാനോ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനും പറ്റില്ല. എന്നാൽ €150 കൊടുക്കണമെന്നും പറയുന്നുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുക. നിങ്ങളുടെ പരിചയത്തിൽ വല്ലവരുണ്ടോ? അയാൾ ചോദിച്ചു, ഞാൻ പോന്നാൽ മതിയോ? ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ അറിയുമോ? ഞാൻ കുറച്ച് കാലം മുമ്പ് പാർട്ട് ടൈമായിട്ട് ടൂർ ഗൈഡായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സന്തോഷമായി. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ അറിയാമില്ലേ? ലഫ്കാരെ അറിയാമോ? പിന്നെ ലഫ്കാരൊക്കെ എനിക്കറിയാം. കലവാസോസ്, ടോക്നി, കോഗ്നി, ഖിരാക്കിറ്റിയ, ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്.
അതെല്ലാം മലമ്പ്രദേശങ്ങളാണ്. സാധാരണ ടൂറിസ്റ്റുകൾ വൺ ഡേ ടൂറിന് പോകുന്ന സ്ഥലങ്ങളാണ്. അതൊക്കെ എനിക്കറിയാവുന്ന സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ എനിക്ക് പരിചയക്കാരുമുണ്ട്. വേണം നമുക്കൊന്നിച്ചങ്ങ് പോവാം. എനിക്ക് ഭയങ്കര സർപ്രൈസായി. ഞാൻ ഭയങ്കര എക്സൈറ്റഡായി. ഞാൻ പറഞ്ഞു പോവാം. അപ്പോഴെനിക്കൊരു പ്രശ്നം, ഇയാൾക്ക് ഈ പറഞ്ഞ ടാക്സിക്കാരന് കൊടുക്കേണ്ട പൈസ കൊടുക്കേണ്ടി വരുമോ? ഞാൻ ചോദിച്ചാൽ അതിന് എന്ത് തരണം? നിങ്ങളുടെ കൂലി എങ്ങനെയാണ്? നിങ്ങളൊരു കാര്യം ചെയ്യുക, ഡീസൽ അടിക്കുന്നതിൻ്റെ പൈസ താ. പിന്നെ വൈകുന്നേരം നിങ്ങളെ ഹോട്ടലിൽ കൊണ്ടുപോയി വിടുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ഗിഫ്റ്റും തന്നേരെ. നിങ്ങളൊരു പ്രതിഫലം നിശ്ചയിച്ചോളൂ. എനിക്ക് നിങ്ങളുടെ ഈ ക്യാമറയും നിങ്ങളുടെ ഈ പരിപാടിയൊക്കെ ഇഷ്ടപ്പെടായി. അതുകൊണ്ടാണ് ഇന്ന് ഒരു 6 മണി വരെ ഞാൻ ഫ്രീയാണ്, നമുക്ക് വേണേൽ പോവാം. ഞാൻ എഗ്രി ചെയ്തു. കാരണം ഇയാൾക്ക് എന്തെങ്കിലും ഒരു പൈസ, അയാൾക്ക് ഒരു അര ദിവസം മെനക്കെട്ടതിൻ്റെ പൈസ കൊടുക്കുക, ഡീസൽ അടിക്കുന്നതിൻ്റെ പൈസ കൊടുക്കുക, അത് ന്യായമായൊരു കാര്യമാണല്ലോ. വണ്ടി കയറുന്നതിന് മുമ്പ് ഞാൻ ഇയാളുടെ പേര് ചോദിച്ചു. എൻ്റെ പേര് സ്റ്റെലിയോസ് അത്രാക്യോട്ടിസ്. സ്റ്റെലിയോസ് കൊള്ളാം. ഇന്ന് ഹുസൈനും ഇല്ല, സുഹൃത്തുക്കളും ഇല്ല, എന്നാൽ പിന്നെ ഹോട്ടലിൽ കിടന്ന് ഉറങ്ങിയേക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല. നമ്മളങ്ങ് ഇറങ്ങണം. ഇറങ്ങുമ്പം വഴികൾ മുമ്പിൽ തെളിഞ്ഞ് വരും. അന്വേഷിച്ച് നടക്കുന്നതിൻ്റെ മുമ്പിലേ സാധ്യതകൾ തുറന്ന് കിട്ടുകയുള്ളൂ. കയറുന്നതിന് മുമ്പ് അങ്ങേര് പറഞ്ഞു, ഒരു കാര്യം ചെയ്തേക്കാം, ഞാൻ ഈ ഗ്ലാസ് ഒന്ന് കഴുകിയേക്കാം. അയാളൊരു മിനറൽ വാട്ടറിൻ്റെ കുപ്പിക്കകത്ത് കുറച്ച് വെള്ളം ഇരുന്ന് എടുത്തിട്ട് ഞാനിരിക്കുന്ന ഭാഗത്തെ ഫ്രണ്ടിലെ ഗ്ലാസ് എല്ലാം കഴുകി. അപ്പോൾ എനിക്ക് തോന്നി ഇത് കൊള്ളാമല്ലോ ഇയാൾ. കാരണം കോമൺ സെൻസ് ഉണ്ട്. ഞാൻ ഷൂട്ട് ചെയ്യാനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വണ്ടിയുടെ ഗ്ലാസ്സൊക്കെ കഴുകുക എന്ന് പറയുന്നത് സാധാരണ പറഞ്ഞാൽ പോലും കഴുകാത്ത ആളുകളെ ഞാൻ ടാക്സിക്കാരെ അല്ലെങ്കിൽ കാറ് വാടകയ്ക്ക് എടുക്കുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ യാത്ര പുറപ്പെടുകയാണ്. നഗരം പിന്നിട്ടു, ഉൾഗ്രാമങ്ങളിലേക്ക് കയറി, ഉൾപ്രദേശങ്ങളിലേക്ക് കയറി, വിജനമായ ഭൂപ്രദേശങ്ങൾ, പരന്ന കൃഷിയിടങ്ങൾ, ഒരു വരണ്ട ഭൂപ്രദേശം, പ്രത്യേകിച്ച് സമ്മറിൻ്റെ മൂർധന്യാവസ്ഥയാണല്ലോ. കൂടാതെ അവിടെ തന്നെ ഈ ചുണ്ണാമ്പ് പാറകളും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒരു മിഡിൽ ഈസ്റ്റിൻ്റെ അല്ലെങ്കിൽ ലെബനോൻ്റെയും സിറിയയുടെയും ഒക്കെ ഏതാണ്ട് ഭൂപ്രദേശത്തിൻ്റെ സ്വഭാവമുണ്ട്. അല്ലെങ്കിൽ തെക്കൻ ഇറ്റലിയുടെയും തെക്കൻ സ്പെയിനിൻ്റെയൊക്കെ ഒരു ഭൂപ്രദേശങ്ങളുണ്ട്. വരണ്ട പ്രദേശങ്ങളാണ്, പുൽമേടുകളുണ്ട്. അതുപോലെ തന്നെ ഒലിവ് കൃഷി നടക്കുന്ന പ്രദേശങ്ങളുണ്ട്, ഒലിവ് തോട്ടങ്ങളുണ്ട്. ഒരു മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് എന്ന് തന്നെ പറയാം. ചിലയിടത്ത് മലനിരകൾ കാണാം, ചിലയിടത്ത് കുറേ സമതലങ്ങളുണ്ട്. എങ്കിലും കുന്നും മലകളും താഴ്വരകളും പാറക്കെട്ടുകളും ഒക്കെ ചേർന്ന ഭൂപ്രകൃതിയാണ്. അതിലൂടെ നമ്മൾ ദീർഘമായ യാത്ര ചെയ്ത് കുറേ ദൂരം, പിന്നെ മലമ്പ്രദേശങ്ങളിലൂടെ കയറി മലമ്പാതകളിലൂടെയായി യാത്ര. ഈ പോകുന്ന വഴിക്കൊക്കെ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് പലവിധ കാര്യങ്ങൾ. അയാൾക്ക് ഇന്ത്യയെക്കുറിച്ച് പലതും അറിയണം, എനിക്ക് സൈപ്രസിനെക്കുറിച്ച് അറിയണം, സൈപ്രസിൻ്റെ ചരിത്രം അറിയണം, ഈ സംഘർഷങ്ങളെക്കുറിച്ച് അറിയണം. കിഴക്കൻ സൈപ്രസും പടിഞ്ഞാറൻ സൈപ്രസുമായിട്ട് വിഭജിക്കപ്പെട്ട് തുർക്കിഷ് സൈപ്രസും ഗ്രീക്ക് സൈപ്രസുമായിട്ട് വേർതിരിക്കപ്പെട്ട് രണ്ടും മതങ്ങളുടെ പേരിൽ അടിച്ച് പിരിഞ്ഞു കിടക്കുന്ന സംഘർഷഭരിതമായ ചരിത്രത്തെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഈ സ്റ്റെലിയോസ് എനിക്ക് കഥ പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ ഓടി ആദ്യം എത്തിച്ചേരുന്നത് കലവാസോസ് എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കാണ്. കലവാസോസ് ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. ഈ കലവാസോസ് ഇപ്പോൾ കാണുന്ന സ്ഥലത്തായിരുന്നില്ല കേട്ടോ, കുറച്ചുകൂടെ കടൽ തീരത്തായിരുന്നു ഈ കലവാസോസ്. അല്ലെങ്കിൽ കടലിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു ഭാഗത്തായിരുന്നു ഈ കലവാസോസ്. പിന്നീട് ഈ മലഞ്ചെരുവിലേക്ക്, മലയുടെ മറ്റേ ചെരുവിലേക്ക് മാറ്റി ഈ ഗ്രാമം മൊത്തമായിട്ട് മാറി പാർക്കുകയായിരുന്നു ആളുകൾ. അതിൻ്റെ കാരണം എന്താ പറയുമോ, രാത്രികാലങ്ങളിൽ ഈ ഗ്രാമത്തിൽ വിളക്ക് കത്തിക്കുമ്പോൾ കടലിൽ കൂടെ പോകുന്ന ശത്രു രാജ്യങ്ങളിലെ കപ്പലുകളിലുള്ളവർക്ക് ഈ ഗ്രാമം കാണാം. അവർ കടലിലെ തീരത്തേക്ക് കപ്പലടുപ്പിച്ച് ഈ ഗ്രാമങ്ങളിൽ കയറി വന്ന് ആക്രമിച്ച് കൊള്ളയടിക്കും. അത് പതിവായപ്പോൾ ഇവർ കടലിൽ കൂടെ പോകുന്ന കപ്പലുകൾക്ക് ഈ ഗ്രാമം കാണാത്ത മട്ടിൽ മലയുടെ മറ്റേ ചെരുവിലേക്ക് ഗ്രാമത്തെ മാറ്റി സ്ഥാപിക്കുമായിരുന്നു. അതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. എന്നാൽ 2500 വർഷം മുമ്പും ഈ കലവാസോസിലേക്ക് വിദേശികൾ വന്നിരുന്നു, റോമക്കാർ വന്നിരുന്നു. അതെന്തിനാണെന്നറിയാമോ, ഈ കലവാസോസിൽ വലിയൊരു ചെമ്പ് ഖനി ഉണ്ടായിരുന്നു. 1950-കൾ വരെ സജീവമായിരുന്ന വലിയ സമ്പത്ത് ഈ നാടിന് കൊടുത്ത ചെമ്പ് ഖനി. ഈ 2000-2500 കൊല്ലം മുമ്പൊക്കെ ചെമ്പായിരുന്നല്ലോ പ്രധാന ലോഹം. അപ്പോൾ ആയുധങ്ങൾ മുതൽ പല കാര്യങ്ങൾക്കും ചെമ്പാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഈ ചെമ്പുള്ള സ്ഥലം തേടി അന്നത്തെ ചക്രവർത്തിമാർ, പ്രത്യേകിച്ച് റോമൻ ചക്രവർത്തിമാർ വന്ന് ഈ പ്രദേശം അധിനിവേശിച്ച് ഇവിടുന്ന് ചെമ്പ് ഖനനം ചെയ്ത് റോമാ സാമ്രാജ്യത്തിലേക്ക് കടത്തിക്കൊണ്ട് പോയിരുന്ന വലിയൊരു കാലമുണ്ട്. അത് 1950-കൾ വരെ തുടർന്നു. 50-കളിലൊക്കെ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. അവരിവിടെ റെയിൽവേ സംവിധാനം വരെ ഉണ്ടാക്കി. ആ റെയിൽവേ സംവിധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്പ് ഖനിയിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുന്ന ചെമ്പ് അത് പ്രോസസ്സ് ചെയ്യുന്ന ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകാനുള്ള റെയിൽവേ പാളങ്ങൾ, ട്രെയിൻ എഞ്ചിനൊക്കെ അതൊക്കെ ഇപ്പോഴും അവിടെ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ സ്മാരകം പോലെ ഞാൻ അവിടെയൊക്കെ പോയി ആ തീവണ്ടിയുടെയും ആ പാളങ്ങളുടെയും ദൃശ്യങ്ങളൊക്കെ പകർത്തിയെടുത്തു. ഞാൻ ഈ ദൃശ്യങ്ങൾ പകർത്തിയെടുക്കുമ്പോൾ ഈ സ്റ്റെലിയോസ് ഇങ്ങനെ വന്ന് നോക്കി നിൽക്കും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഈ ട്രെയിനിൻ്റെ പടം എടുക്കുമ്പം ഇങ്ങനെ ഒരു ഷോട്ട് എടുത്താലോ. സാധാരണ എന്നെ കൊണ്ടുപോകുന്ന ആളുകൾ ഈ ഷൂട്ട് ചെയ്യുന്നിടത്തൊന്നും അഭിപ്രായം അധികമൊന്നും പറയാറില്ല. പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല, അഭിപ്രായം പറയാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് 2-3 അഭിപ്രായം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇച്ചിരി അരോചകമായിട്ട് തോന്നായിരുന്നില്ല. കാരണം ഇത് സഞ്ചാരത്തിൽ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ കാണിക്കാറ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പയ്യെ അങ്ങ് ഒഴിവാക്കി വിടും.
ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ പുള്ളി എങ്ങനെ സഞ്ചാരമായിരിക്കണം, എങ്ങനെ ഷൂട്ട് ചെയ്യാം, എങ്ങനെ ക്യാമറ, എങ്ങനെ ലെൻസ് എന്നിങ്ങനെയൊക്കെയുള്ള ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി പയ്യെ. ഞാനത് വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പുള്ളി അത് നിർത്തുകയും ചെയ്തു. വീണ്ടും ഈ കലവാസ് ഹൗസിൽ നിന്ന് നമ്മൾ യാത്ര അടുത്ത ഗ്രാമത്തിലേക്ക് പോവുകയാണ്. അവിടെയും ഈ പറഞ്ഞ പോലെ ടൂറിസ്റ്റുകൾ എത്തുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു, നല്ല വിശപ്പുണ്ട്, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ഞാൻ പറഞ്ഞു, ഞാനും ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, നല്ല വിശപ്പ് എനിക്കുമുണ്ട്. അപ്പോഴത്തേക്കും മണി ഒരു 2-2:30 ആയി കഴിഞ്ഞു. ലാർനാക്കയിൽ നിന്ന് പുറപ്പെടുന്നത് തന്നെ ഉച്ചയ്ക്കാണല്ലോ. അപ്പോൾ നമുക്കൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കണം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമ്മറിൻ്റെ മൂർധന്യത്തിൽ നമ്മൾ ഈ അറബി നാടുകളിലൊക്കെ ഉള്ളതുപോലെ തന്നെയാണ്, ഈ ഉച്ചയാകുമ്പം ആളുകളെല്ലാം വീടിനകത്ത് കയറും. റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും മാത്രമല്ല, എല്ലാ സ്ഥാപനങ്ങളും ഇത്തരം ഗ്രാമങ്ങളിൽ അടച്ചിട്ട് അവർ വീട്ടിലായിരിക്കും. പിന്നെ വൈകിട്ട് ഇതൊന്നും തുറക്കുകയുള്ളൂ. അപ്പോൾ ഭക്ഷണം കിട്ടാനൊന്നുമില്ല. ഞങ്ങൾ നോക്കുന്ന സ്ഥാപനങ്ങളും റെസ്റ്റോറൻറ്റുകളും എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കാതെ പോകേണ്ടി വരുമോ എന്നുള്ളൊരു ടെൻഷനായി. കാരണം നല്ല വിശപ്പായി എനിക്കും. അങ്ങനെ ഓടി നമ്മൾ കോക്നി എന്ന് പറയുന്നൊരു വില്ലേജിലെത്തി. അവിടെയും എല്ലാ കടകളും അടഞ്ഞു കിടക്കുകയാണ്. പക്ഷേ ഈ ഗ്രാമത്തിലൊക്കെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, വീടുകൾ രസമാണ്. അതായത് ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ട് പണിത നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള വീടുകൾ നിറഞ്ഞ തെരുവുകളാണ്. വീടുകളും കെട്ടിടങ്ങളും ഒക്കെ ആയിട്ട്. ചിലത് 2 നിലയാണ്, താഴത്തെ നിലയെല്ലാം പീടികകൾ, മുകളിൽ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങൾ. ഈ പീടികകളെല്ലാം പലതും അടഞ്ഞു കിടക്കുകയാണ്. അവിടെയൊക്കെ ചുണ്ണാമ്പ് കല്ലുകൊണ്ട് അടുക്കി പണിത റോമൻ കാലഘട്ടത്തിലെയോ പിന്നീടൊക്കെയുള്ള ഗംഭീരമായ തെരുവുകൾ, നിലത്തൊക്കെ കല്ല് വിരിച്ചിരിക്കുന്ന തെരുവുകൾ, സുന്ദരമാണ്, രസകരമായ പ്രദേശങ്ങളാണ്. വീണ്ടും നമ്മൾ യാത്ര ചെയ്ത് ടോക്കിനി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെത്തി. ഈ ടോക്കിനി മലമ്പ്രദേശത്തെ ഗ്രാമമാണ്. അതിൻ്റെ മുകളിലും താഴ്വാരത്തും ഒക്കെ വീടുകളുണ്ട്. മലമ്പ്രദേശത്തേക്ക് വളഞ്ഞു ചുറ്റി കയറുന്ന പാതകളൊക്കെ കയറി വേണം ടോക്കിനിയിലെത്താൻ. ഈ ടോക്കിനിയിലൊക്കെ എത്തുമ്പോൾ പുള്ളി ചില കഥകളോട് പറയും. ഈ 1974 തുർക്കി ഇവിടെ വന്ന് പിടിച്ചടക്കുന്ന ഒരു കാലമുണ്ടല്ലോ. ഇതിൻ്റെ ഒരു കുറേ ഭാഗം, ഈ ദ്വീപിൻ്റെ കുറേ ഭാഗം പിടിച്ചടക്കുന്നതിന് തൊട്ട് മുമ്പൊക്കെ ഗ്രീക്കുകാരും തുർക്കിഷ് വംശജരും തമ്മിൽ വലിയ പോരാട്ടങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ 90കളിലൊക്കെ ശ്രീലങ്കയിൽ നടന്നതുപോലെ തന്നെ 2 വംശക്കാരാണല്ലോ. സിംഹളരെ വിചാരിക്കുന്നു ശ്രീലങ്ക മുഴുവൻ സിംഹളരുടേതാണ്, തമിഴന്മാർ കുടിയേറി വന്നവരാണ്, അതുകൊണ്ട് അവർ തിരിച്ചു പോകണം, അവരുടെ നാടല്ല ഇത്, അവരെ അവഗണിക്കുന്ന ഒരു നിലപാടെടുത്തു. അങ്ങനെയാണല്ലോ LTT ഒക്കെ ഉണ്ടാകുകയും, അതല്ല ഞങ്ങൾ ഈ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്നവരാണ്, ഞങ്ങൾക്ക് അവകാശം വേണമെന്ന് പറഞ്ഞ് യുദ്ധം ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നത്. ഇതേപോലെ തന്നെ സൈപ്രസിലെ ഗ്രീക്കുകാരാണ് നൂറ്റാണ്ടുകളായി, അവരുടെ നാടാണത്, ഗ്രീക്ക് വംശജരുടേതാണ്. അവിടെ ഓട്ടോമൻ കാലത്ത് കയറി വന്ന തുർക്കിക്കാർ തിരിച്ചു പോകണം, നിങ്ങൾക്കിവിടെ അവകാശങ്ങളൊന്നും ഇല്ലെന്നായിരുന്നു ഗ്രീക്കുകാർ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട്. ഈ പോരാട്ടങ്ങൾക്കിടയിൽ 1974 ഈ ടോക്നി വില്ലേജിൽ വെച്ച് ഗ്രീക്കുകാർ 100-ലേറെ തുർക്കിഷ് വംശജരെ കൊന്നു കളഞ്ഞൊരു സംഭവം ഉണ്ടായ കഥയൊക്കെ ഈ സ്റ്റെലിയോസിൻ്റെ അടുത്ത് പറഞ്ഞു. അവിടുന്ന് വീണ്ടും നമ്മൾ യാത്ര ചെയ്ത് കിരോക്കിറ്റിയ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ്. കിരോക്കിറ്റിയ ഒരു ചരിത്ര സ്ഥലമാണ്, ഒരു ആർക്കിയോളജിക്കൽ സൈറ്റാണ്. അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഞങ്ങൾ അവശരായി. പക്ഷേ നമുക്ക് ഈ സ്ഥലങ്ങൾ തീർക്കുകയും വേണം. സ്റ്റെലിയോസ് പറഞ്ഞു, ഈ കിരോക്കിറ്റിയയിലെങ്കിലും എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മളിനി തിരിച്ചു പോകും, കാരണം എനിക്കിനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്കും മണി ഒരു 3 മണി കഴിഞ്ഞിരിക്കുന്നു. നല്ല ചൂടൊന്ന് തണുത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിലും നല്ല 40 ഡിഗ്രിക്ക് മേലെയാണ് ടെമ്പറേച്ചർ. അപ്പോൾ കിരോക്കിറ്റിയയിൽ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റുണ്ട്. അതിൻ്റെ വാതക്കൊണ്ട് ഇറക്കിയിട്ട് ഇദ്ദേഹം പറഞ്ഞു, ഞാൻ വണ്ടിക്കകത്തിരിക്കാം, നിങ്ങൾ പോയി ഷൂട്ട് ചെയ്തിട്ടോ, ഞാൻ ഈ വെയിൽ കൊണ്ടിട്ട് കാര്യമില്ലല്ലോ. അവിടെ ഈ ആർക്കിയോളജിക്കൽ സൈറ്റ് എന്ന് പറയുന്നത് നിയോലിത്തിക് മനുഷ്യർ ജീവിച്ചിരുന്ന ഒരു പ്രദേശമാണത്. അവരുടെ പഴയ വീടുകളുടെ അവശിഷ്ടങ്ങളൊക്കെ ഇന്ന് ഒന്നുകൂടെ അത് പുനഃസൃഷ്ടിച്ച് സംരക്ഷിച്ച് നിർത്തിയിരിക്കുക. നിയോലിത്തിക് കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 15,000 വർഷങ്ങൾക്ക് മുമ്പുള്ള മനുഷ്യർ ജീവിച്ചിരുന്ന അവരുടെ വീടുകൾ, അവരുടെ കമ്മ്യൂണിറ്റി, അവരുടെ ഗ്രാമം, അതൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിനെ ഇപ്പോൾ പുനഃസൃഷ്ടിച്ച് ഒരു ആർക്കിയോളജിക്കൽ സൈറ്റായി, വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് യുനെസ്കോ ഒക്കെ പ്രഖ്യാപിച്ചൊരു സ്ഥലമാണ്. പക്ഷേ ഞാൻ മാത്രമുണ്ട് അവിടെ. ടിക്കറ്റ് തരുന്നവർ മാത്രം വാതക്കൽ AC ഉള്ളൊരു കെട്ടിടത്തിനകത്തിരിക്കുന്നുണ്ട്. ഞാൻ ടിക്കറ്റും എടുത്ത് അകത്ത് കയറി ഇതെല്ലാം ഷൂട്ട് ചെയ്തു. പക്ഷേ ഈ വെയിൽ കൊണ്ട് നടക്കാൻ വയ്യാതായതുകൊണ്ട് മുഴുവൻ ഭാഗമൊന്നും ഷൂട്ട് ചെയ്തില്ല. കുറച്ച് ഷോട്ടുകളൊക്കെ എടുത്ത് ഞാൻ തിരിച്ച് നടക്കുമ്പോഴത്തേക്കും സ്റ്റെലിയോസ് ഓടി വരുന്നുണ്ട്. എന്തോ ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നി. ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ കണ്ടുപിടിച്ചു, നല്ലൊരു റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ട്, തുറന്നിട്ടുണ്ട്, പെട്ടെന്ന് അവരടയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് കയറണം. എനിക്കും വലിയ സന്തോഷമായി. ഞങ്ങൾ വണ്ടിയെ ചെന്ന് കയറി നേരെ വണ്ടി ഓടിച്ചു. ഈ കിരോക്കിറ്റിയയുടെ പ്രധാന നഗരഭാഗത്തിൽ ഒരു റെസ്റ്റോറൻറ്റ് തുറന്നിരിപ്പുണ്ട്. അതിൻ്റെ മുമ്പിൽ കൊണ്ട് വണ്ടി നിർത്തി ഞങ്ങൾ കയറി ചെന്നു. ഈ കയറി ചെല്ലുന്ന ഭാഗത്ത് തന്നെ ഒരു വൃദ്ധയിരിക്കുന്നുണ്ട്. കൂടാതെ അകത്ത് ഭക്ഷണം സെർവ് ചെയ്യുന്നതൊക്കെ 1-2 സ്ത്രീകളാണ്. ഈ അമ്മൂമ്മ സ്റ്റെലിയോസിനോട് കാര്യമായിട്ട് വർത്തമാനം പറഞ്ഞു. അത് പറഞ്ഞു, കയറി വന്നോളൂ, ഇരിക്കൂ. ഇതൊക്കെയാണ് അവരുടെ ഭാഷയിലാണ് സംസാരിക്കുന്നത്, ഗ്രീക്ക് ഭാഷയിലാണ്. ഈ അമ്മൂമ്മയാണ് ഈ കടയുടെ ഉടമസ്ഥ, ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഉടമസ്ഥ. ഈ റെസ്റ്റോറൻറ്റിൻ്റെ ചുവരിൽ മുഴുവൻ കുടുംബ ഫോട്ടോകളാണ് വെച്ചിരിക്കുന്നത്. ഈ അമ്മൂമ്മയും അമ്മൂമ്മയുടെ ഭർത്താവും മക്കളും കൊച്ചുമക്കളും ഒക്കെയുള്ള പലവിധ ഫോട്ടോകളാണ്. ഇതൊരു കുടുംബ റെസ്റ്റോറൻറ്റാണ്. ഈ ഭക്ഷണം ഞങ്ങൾ ഓർഡർ ചെയ്ത് എന്താ വേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സ്റ്റെലിയോസിനോട് പറഞ്ഞു, സ്റ്റെലിയോസെ ഇവിടെ കിട്ടുന്ന ഏത് ഭക്ഷണവും കഴിക്കാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, അത് സൈപ്രസിൻ്റെ തനത് ഭക്ഷണമായിരിക്കണം, നിങ്ങളുടെ നാട്ടിൻ്റെ ഒരു ഭക്ഷണമായിരിക്കണം. സ്റ്റെലിയോസ് ഏറ്റു. അതാണ് ഇവിടെ കിട്ടാൻ എളുപ്പം, കാരണം ഇത് അത്തരം ഭക്ഷണം കൊടുക്കുന്ന റെസ്റ്റോറൻറ്റാണ്. പുള്ളി എന്തോ വിഭവം ഓർഡർ ചെയ്തു. നിങ്ങൾ എന്ത് ഭക്ഷണം കഴിക്കുമോ? ഞാൻ പറഞ്ഞു, എന്ത് ഭക്ഷണം കഴിക്കും. അങ്ങനെ ഭക്ഷണം ഓർഡർ ചെയ്തിരിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ഈ അമ്മൂമ്മയെ പരിചയപ്പെട്ടു.
ഈ അമ്മൂമ്മയുടെ ഭർത്താവ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. പക്ഷേ അമ്മൂമ്മ ഇപ്പോഴും സജീവമായിട്ട്, ആ ഭർത്താവായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് മരിച്ചതിന് ശേഷം അമ്മൂമ്മയായി ഈ റെസ്റ്റോറൻറ്റിൻ്റെ ചുമതല. വാസിലിക്കി എന്നാണ് അമ്മൂമ്മയുടെ പേര്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേരും റെസ്റ്റോറൻറ്റ് വാസിലിക്കി എന്നാണ്. അപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. അമ്മൂമ്മയുടെ പേരിലാണ് റെസ്റ്റോറൻറ്റ്. ഭർത്താവ് പണ്ട് തുടങ്ങിയപ്പോൾ തന്നെ ഭാര്യയുടെ പേരിൽ റെസ്റ്റോറൻറ്റ് തുടങ്ങിയതാണ്. മക്കളിൽ 2-3 പേര് പട്ടാളത്തിലാണ്. ഇവിടെ അമ്മൂമ്മയുടെ പെൺമക്കൾ 2 പേര് ചേർന്നിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് നടത്തുന്നത്. തിരക്കുള്ള സീസണിൽ അമ്മൂമ്മയുടെ ആൺമക്കളുടെ ഭാര്യമാരും അമ്മൂമ്മയെ സഹായിക്കാൻ ഇവിടെ വരും. അന്നൊക്കെ നല്ല ടൂറിസ്റ്റ് സീസണിൽ നല്ല തിരക്കായിരിക്കും. ധാരാളം ആളുകൾ വരുന്ന തനത് സൈപ്രസ് ഭക്ഷണം കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റാണ്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഭക്ഷണം വന്ന രസകരമായ വിഭവങ്ങളാണ്. ഈ സൈപ്രസിൻ്റെ തനത് വിഭവങ്ങളാണ്. ആ നാട്ടുകാർ ഭക്ഷണം കഴിക്കുന്ന സാധനങ്ങൾ. സംഭവം അറിയാമോ? സ്പെഷ്യലായിട്ട് എനിക്ക് വേണ്ടി ഒരു സാധനം ഓർഡർ ചെയ്തിരിക്കുന്നത് ചേന. ആ നാട്ടിലുണ്ടാകുന്ന ഒരുതരം ചേന പുഴുങ്ങിയത്. പിന്നെ പയറിൻ്റെ കറി. കറിയല്ല, അതാണ് പ്രധാന ഭക്ഷണം. വൻപയർ കൊണ്ടുള്ള വമ്പൻ പയറാണ്. രാജ്മ പോലത്തെ പയറിൻ്റെ ഒരു പ്രത്യേക ഡിഷ്. പിന്നെ കുറച്ച് ബ്രെഡുണ്ട്, ഒലിവെണ്ണയുണ്ട്, സവാള അരിഞ്ഞുകൊണ്ട്, നല്ല വെളുത്ത സവാളയാണ്, അതിന് കുത്തലില്ലാത്ത വെളുത്ത സവാള. ഇങ്ങനെ പിന്നെ കുറച്ച് നാരങ്ങ, ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് വെച്ച് എന്നിട്ട് ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് സ്റ്റെലിയോസ് എനിക്ക് പരിചയപ്പെടുത്തുന്നു. ഒലിവെണ്ണ ഈ ചേനയുടെ പുറത്തും ഈ പയറിനകത്തും എല്ലാം ഒഴിക്കണം. എന്നിട്ട് കുറച്ച് നാരങ്ങയും പിഴിഞ്ഞൊഴിക്കണം. എന്നിട്ട് ഈ ബ്രെഡും കൂടി ഇങ്ങോട്ട് മുറിച്ചെടുത്തിട്ട് ഈ രാജ്മയ്ക്കകത്ത് അല്ലെങ്കിൽ ഈ പയർ കറിക്കകത്ത് ഇങ്ങനെ മുക്കിയെടുത്ത് കഴിച്ചു. എന്നോട് കഴിക്കാൻ പറഞ്ഞു. കഴിച്ചു. ഗംഭീര ടേസ്റ്റാണ്. എന്നിട്ട് ഞാൻ ഈ ചേനക്കിട്ട് പിടുത്തം തുടങ്ങി. നമ്മുടെ നാട്ടിലെ ചേനയൊക്കെ കുറച്ചുകൂടെ സോഫ്റ്റാണ്. ചേനയുടെ ഒരു പ്രത്യേക ഡിഷ്. ഈ ചേന നമുക്ക് കഴിക്കാനൊരു കറിയും കൂടെ ഉണ്ടല്ലോ. സാധാരണ നമ്മൾ ചേന പുഴുങ്ങിയതും മുളക് ചമ്മന്തിയും കൂടെയാണല്ലോ ഉപയോഗിക്കുന്നത്. അവിടെ അങ്ങനെയല്ല. ഈ ചേന കൂട്ടുന്നത് ഒലിവിൻ്റെ അച്ചാറാണ്. ഒലിവച്ചാറ് കൂട്ടിയാണ് ഈ ചേന കഴിക്കുന്നത്. അതും ഗംഭീരമാണ്. ഈ നമ്മുടെ മുളക് ചമ്മന്തി പോലെ തന്നെ ടേസ്റ്റാണ്. അത്ര എരിവില്ലെന്നേ ഉള്ളൂ. അങ്ങനെ ഈ ചേനയും ഒലിവച്ചാറും കൂടെ കൂട്ടി ഞാനങ്ങ് പിടിച്ചു. ഇടയ്ക്ക് സവാള കഴിക്കും, ഇടയ്ക്ക് പയറുകറിക്കകത്ത് മുക്കി ഈ ബ്രെഡും കഴിക്കും. അങ്ങനെ ഗംഭീരമായൊരു ലഞ്ചിന് ശേഷം ഞങ്ങൾ വീണ്ടും ഇവിടുന്ന് യാത്ര തുടരുകയാണ്. അടുത്തത് പോകേണ്ടത് ലെഫ്കാര എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്കാണ്. അതും ഈ മലമടക്കുകളിലൂടെ പോകണം. ഈ മലമടക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ പോലെയല്ല, ചുണ്ണാമ്പ് പാറകളുടെ പർവ്വതങ്ങളാണ്. ചിലയിടത്ത് അങ്ങ് അകലെ താഴ്വാരം വരെ നീണ്ട കാഴ്ച കിട്ടും, ചിലയിടത്ത് ഇടുങ്ങിയ പാതകളിലൂടെ പോകും. പക്ഷേ നല്ല റോഡുകളാണ്. അങ്ങനെ കുറേ ദൂരം ഓടി നമ്മൾ ലെഫ്കാരയിലേക്ക് എത്തുകയാണ്. ഈ ലെഫ്കാരയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ വെനീസുകാർ ഇവിടം കീഴടക്കി ഭരിച്ചിരുന്ന കാലത്തെ ഒരു നഗരമാണ് ലെഫ്കാര. ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുള്ളൊരു നഗരം. അവിടെ വെനീസുകാർ അന്ന് ഇവർക്ക് സമ്മാനിച്ചിട്ട് പോയ ഒരു തൊഴിലും കൂടെ അവരിപ്പോൾ ചെയ്യുന്നുണ്ട്. ലേസ് വർക്ക് ചെയ്ത തുണി ഉണ്ടാക്കുന്ന സ്ഥലം. വീടിൻ്റെ ജനാലകളുടെ കർട്ടനായിട്ടും മേശവിരിയായിട്ടും വെറുതെ അലങ്കാരത്തിന് വേണ്ടി ഭിത്തിയിൽ തൂക്കിടാനും ഒക്കെ ആയിട്ട് മനോഹരമായ ചിത്രപ്പണികൾ ലേസ് വർക്കുകളിലൂടെ ചെയ്ത് തുണിയിൽ ചെയ്യുന്ന ആളുകളുടെ ഒരു ഗ്രാമമാണ് ലെഫ്കാര. ആ ലെഫ്കാര ഗ്രാമത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത്, അപ്പോഴത്തേക്കും ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നല്ലോ. കടകളൊക്കെ തുറന്നു തുടങ്ങി. വൈകുന്നേരം വരുന്ന ടൂറിസ്റ്റുകളെയോ ആ സഞ്ചാരികളെയൊക്കെ പ്രതീക്ഷിച്ച കടകൾ ഈ കൊടും ചൂടിൻ്റെ സമയം കഴിഞ്ഞതുകൊണ്ട് കടകളൊക്കെ തുറന്നു. അപ്പോൾ മുകളിലത്തെ നിലകളിൽ ഈ വീടുകൾ മുഴുവൻ ചുണ്ണാമ്പുകല്ലിൻ്റെ വീടുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തെരുവുകൾ, കല്ല് വിരിച്ച തെരുവുകൾ, അതിൻ്റെ 2 വശത്തും കോട്ട കെട്ടിയ പോലെ ഈ കെട്ടിടങ്ങളുടെ നീണ്ട നിര. അതിൻ്റെ മുകൾ നിലകളിൽ മുഴുവൻ ആളുകൾ താമസിക്കുന്നു. താഴത്തെ നിലകൾ മുഴുവൻ ഇത്തരം ലേസ് വർക്ക് ചെയ്ത തുണികളും സുവനീറുകളും കരകൗശല വസ്തുക്കളും സ്വർണ്ണപ്പാത്രങ്ങളും വെള്ളിപ്പാത്രങ്ങളും പെയിൻറ്റിങ്ങുകളും ഒക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്ന കടകൾ ടൂറിസ്റ്റുകളെ പ്രതീക്ഷിച്ചിരിക്കുന്നതാണ്. അതിൻ്റെ എല്ലാം തിണ്ണൽ ഈ ലേസ് വർക്ക് ചെയ്ത തുണി ഇങ്ങനെ തൂക്കിത്തിക്കിട്ടിരിക്കുന്ന ഗംഭീരമായ ഒരു അലങ്കാരമാണ്. ആ തെരുവുകളിലൂടെ ഓടി തെരുവിലെ ടൗണിൻ്റെ സ്ക്വയറിൽ പോയി വണ്ടി നിർത്തി. എന്നോട് പോയി ഷൂട്ട് ചെയ്തോളാം പറഞ്ഞ് ഞാൻ വണ്ടിക്കകത്തിരുന്നേക്കാമെന്ന് സ്റ്റെലിയോസ് പറഞ്ഞു. ഞാനങ്ങനെ ഓരോ കാഴ്ചകൾ അങ്ങനെ ഷൂട്ട് ചെയ്ത് ഓരോ കടകളുടെ മുമ്പ് കൂടെ നടക്കുമ്പോൾ ഒരു കടയുടെ തിണ്ണയിൽ ഒരു വൃദ്ധ ഇരിക്കുന്നുണ്ട്. ഇവരൊക്കെ കടയുടെ തിണ്ണയിലിരുന്ന് കച്ചവടം നടത്തുകയല്ല, അവർ ലേസ് തുന്നിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഈ ലേസിൻ്റെ പാരമ്പര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വെനീസുകാരാണ് ഇവിടേക്ക് കൊണ്ടുവന്ന് കൊടുത്തത്. ഇവിടുത്തെ നൂറ്റാണ്ടുകളായി ആ പാരമ്പര്യം കൈവിടാതെ ഇവരിങ്ങനെ പോരുക. കൈകൊണ്ട് ഇങ്ങനെ ക്ഷമയോടെ ഇരുന്ന് നെയ്തെടുത്താണ് ഈ ലേസ് തുന്നിയാണ് ലേസിൻ്റെ വർക്കുകൾ തീർക്കുന്നത്. ഇവിടുത്തെ ഈ ഗ്രാമത്തിൽ ഒരു പെൺകുട്ടി ജനിച്ച് അവൾക്കൊരു 8 വയസ്സായാൽ അമ്മയോ അല്ലെങ്കിൽ മുത്തശ്ശിയോ ഇവളെ ലേസ് വർക്കിൻ്റെ പണി പഠിപ്പിക്കും. ഒരു 15 വയസ്സാകുമ്പോഴത്തേക്കും അവൾ സ്കൂളിലൊക്കെ പോകും, പഠിക്കും, കോളേജിലൊക്കെ പോകുമെങ്കിലും വീട്ടിൽ വന്ന് വിശ്രമ സമയങ്ങളിൽ ഈ പെൺകുട്ടികളെല്ലാം ചെയ്യുന്ന ലേസ് വർക്കാണ്. ആ പാരമ്പര്യം കെട്ടുപോകാതെ അവർ ഇങ്ങനെ കൈമാറി പോരുകയാണ്. അപ്പോൾ ഒരു 15 വയസ്സാകുമ്പോഴത്തേക്ക് ഈ പെൺകുട്ടികളൊക്കെ ലേസ് വർക്കിലൊരു എക്സ്പെർട്ടായി മാറും. അങ്ങനെയാണ് ഇപ്പോഴും ഈ പാരമ്പര്യമായി കിട്ടിയ തൊഴിൽ നഷ്ടപ്പെടാതെ അവർ സംരക്ഷിക്കുന്നത്. അത് ടൂറിസ്റ്റുകൾ വന്ന് വലിയ തോതിൽ വാങ്ങിക്കൊണ്ടു പോകും, വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യും. അങ്ങനെ
ആണ് ഇവിടെയുള്ള ഈ ഗ്രാമത്തിലെ ആളുകളൊക്കെ ജീവിക്കുന്നത്. ഈ ഓഫ് സീസൺ ആയതുകൊണ്ട് അധികം കച്ചവടം നടക്കുന്നില്ലെങ്കിൽ ഈ സമയത്താണ് ഇവരിതെല്ലാം തുന്നി വെക്കുക. അങ്ങനെ ഞാൻ ഈ കടത്തിണ്ണയിലിരുന്ന് നെയ്യുന്ന വൃദ്ധയെ പരിചയപ്പെട്ടു. അവരുടെ പേര് പാത്ത് എന്നാണ്. പാത്തിനെ എന്നെക്കുറിച്ച് പറഞ്ഞു. അവർക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല ഇംഗ്ലീഷ്. പക്ഷേ എങ്കിൽ ഈ ടൂറിസ്റ്റുകളുമായിട്ട് സംസാരിച്ച് ചില വാക്കുകളൊക്കെ അറിയാം. പേരെന്താണെന്നൊക്കെ ചോദിക്കുമ്പം പാത്ത് എന്നൊക്കെ പറയും. അപ്പോൾ അത് തുന്നുന്ന ഞാൻ ഷൂട്ട് ചെയ്തോട്ടെന്ന് ചോദിച്ചു. സമ്മതിച്ചു. അങ്ങനെ ഞാൻ അവരുടെ ആ ടെക്നിക്കുകളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തെടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും കടയ്ക്കകത്ത് നിന്ന് ഒരാൾ ഇറങ്ങി വന്നു. എന്നോട് കയറി വരാൻ പറഞ്ഞു. ഞാൻ ആ കടയ്ക്കകത്തേക്ക് കയറി ചെന്നു. കടയ്ക്കകത്തൊക്കെ ഈ ലേസ് വർക്ക് ചെയ്ത തുണിയും അതൊക്കെ ഉണ്ടെങ്കിലും അത് കൂടാതെ ഒരു സാധനം കൂടെ ഉണ്ട്. വെള്ളിയുടെ പാത്രങ്ങൾ, ഐക്കണോസ്റ്റാസിസ് പെയിൻറ്റിങ്ങുകൾ, അതായത് വിശുദ്ധന്മാരുടെയൊക്കെ ചിത്രങ്ങൾ, പെയിൻറ്റിങ്ങുകൾ, സ്വർണത്തിൻ്റെ വർക്കുകൾ ചെയ്ത പെയിൻറ്റിങ്ങുകൾ, അതിമനോഹരമായ സാധനങ്ങളാണ്. നമുക്ക് വേണമെങ്കിൽ കുറേയേറെ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകാൻ തോന്നും ഷോപ്പിങ്ങിനാണ് പോയെങ്കിൽ. പക്ഷേ ഞാനതിൻ്റെ എല്ലാ ഷോട്ടുകൾ എടുത്തു. അപ്പോൾ ഈ അപ്പൂപ്പനെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഒരു ബൈറ്റ് എടുക്കാൻ തീരുമാനിച്ചു. എന്ത് ചെയ്യുന്നത്? ഇപ്പോൾ ഇദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാം. അദ്ദേഹത്തിൻ്റെ പേര് കോൺസ്റ്റാൻറ്റിനോ എന്നാണ്. ഈ കോൺസ്റ്റാൻറ്റിനോ അദ്ദേഹത്തിൻ്റെ ചരിത്രം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ലെഫ്കാരയുടെ മേയറായിരുന്നു. 10 കൊല്ലം ഞാൻ ഈ നഗരത്തിൻ്റെ മേയറായിരുന്ന ആളാണ്. ഞാനിപ്പോൾ റിട്ടയറായി. ഇപ്പം ഞാൻ ഈ കടയൊക്കെ നടത്തുന്നു. എൻ്റെ മക്കൾ സിറ്റിയിലൊക്കെയാണ്. ഒരാൾ യൂറോപ്പിൽ എവിടെയാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങളിങ്ങനെ വാർദ്ധക്യകാലം ഇങ്ങനെ ആസ്വദിക്കുകയാണ്. എൻ്റെ വൈഫ് ഇത് തുന്നും, മറ്റു ചിലർ തുന്നുന്ന സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കും, കച്ചവടം നടക്കും, സീസണിൽ അത്യാവശ്യം നടക്കും, ഞങ്ങളിങ്ങനെ ജീവിച്ചു പോകുന്നു. പുള്ളിയുടെ കഥകൾ പറഞ്ഞിട്ടും തീരുന്നില്ല. രാഷ്ട്രീയക്കാരനായിരുന്നല്ലോ. അപ്പോൾ ക്യാമറ കിട്ടിയതോടുകൂടി പുള്ളി വിടുന്ന പ്രശ്നമില്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ ബൈറ്റൊക്കെ എടുത്ത് ഞാൻ ഇറങ്ങുമ്പോൾ പുള്ളിക്ക് ഭയങ്കര ആവേശമായി. പുള്ളി പറഞ്ഞു, നിങ്ങൾക്കൊരു ഗിഫ്റ്റ് എനിക്ക് തരണം എന്ന് പറഞ്ഞ് ഇങ്ങനെ മുറിക്കകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് ഈ പിടിക്കകത്തൂടെ. അപ്പോൾ അമ്മൂമ്മ തിണ്ണയിലിരിപ്പുണ്ട്. അപ്പോൾ ഇയാൾ ഓടിച്ചെന്നിട്ട് അവിടെ അമ്മൂമ്മ തയ്ച്ചതായിരിക്കണം ഒരു ലേസിൻ്റെ ഒരു തുണി കഷ്ണം അവിടെ തൂക്കിയിട്ടേക്കുന്നത് അതിങ്ങെടുത്തു. എനിക്ക് തരാൻ വേണ്ടി കൊണ്ടിരുന്ന വഴിക്ക് അമ്മൂമ്മയുടെ മുഖത്തോട്ട് നോക്കി. അമ്മൂമ്മ ഒന്ന് കണ്ണുരുട്ടി. ഇതല്ല എന്ന് പറഞ്ഞിട്ട് ഇത് കൊണ്ട് ഇരുന്നിടത്ത് തന്നെ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും മട്ടത്തിൽ നീളത്തിലെല്ലാം കുറേ നേരം ഓടി. അപ്പോൾ എനിക്ക് കാര്യം പിടികിട്ടി. ഈ സമ്മാനം തരണമെന്ന് പറഞ്ഞും പോയി. ഇപ്പോൾ ഇതിനകത്ത് ഏതെടുത്താലും അമ്മൂമ്മ വഴക്കുണ്ടാക്കും. ഒടുവിൽ ഓടിപ്പോയിട്ട് ഒരു മൂലയ്ക്ക് നിന്ന് ഒരു പോസ്റ്റ് കാർഡ് എടുത്തുകൊണ്ട് വന്നു. ഈ പോസ്റ്റ് കാർഡ് പറഞ്ഞു, ഇതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള സമ്മാനം എന്ന് പറഞ്ഞിട്ട് ഒരു 50 പൈസയുടെ പോസ്റ്റ് കാർഡ് എൻ്റെ കയ്യിലേക്ക് തന്നു. ഞാൻ വളരെ ആദരവോടെ അത് ഏറ്റുവാങ്ങി എൻ്റെ ബാഗിനകത്ത് ഭദ്രമായിട്ട് വെച്ച് നന്ദിയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. കാരണം അതൊരു ഹൃദയവിശാലതയാണല്ലോ. അവിടെ കടന്നു പോകുന്ന ഒരു ടൂറിസ്റ്റിന് ഒരു പോസ്റ്റ് കാർഡെങ്കിലും സമ്മാനം കൊടുത്തിട്ട് വിടുക എന്ന് പറയുന്നത്. മേയറുടെയും ഭാര്യയുടെയും ആതിഥ്യമൊക്കെ സ്വീകരിച്ച് വീണ്ടും ഞാൻ കാറിനടുത്തേക്ക് ചെല്ലുന്നു. ഞങ്ങൾ അവിടുന്ന് യാത്ര തുടങ്ങുകയാണ്. അപ്പോഴത്തേക്കും മണി ഒരു 5 മണിയായി. ഇനി ഏകദേശം ഒരു 1/4 മണിക്കൂർ ഓടണം ലാർനാക്കയിലേക്ക് തിരിച്ചെത്തണമെങ്കിൽ. അപ്പോൾ സ്റ്റെലിയോസ് പറഞ്ഞു, നമുക്ക് ഇന്നത്തെ നിർത്തിയാലോ? എനിക്ക് 6 മണി കഴിയുമ്പോൾ എയർപോർട്ടിൽ ഒന്ന് എത്തേണ്ട കാര്യമുണ്ട്. അവിടെ എനിക്കൊരു ഗസ്റ്റ് വരും. അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് എൻ്റെ ഒരു ബന്ധുവാണ്, അയാളെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കണം. അന്ന് ഞാൻ നേരത്തെ ഏറ്റിരുന്നത്. ഞാൻ പറഞ്ഞു, സാരമില്ല, കുഴപ്പമില്ല, ഏതായാലും ഇന്നത്തെ ദിവസം സന്തോഷമായി. ഞങ്ങളിങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് മടക്കയാത്രയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് എന്നെ ഹോട്ടലിലേക്ക് വിട്ടേക്കാവോ? കാരണം അവിടെ എത്തുമ്പോഴത്തേക്ക് 6 മണി കഴിഞ്ഞു. കാരണം എൻ്റെ ബാറ്ററിയൊക്കെ തീർന്നു. ഇനി റൂമിൽ പോയി ബാറ്ററിയൊക്കെ ചാർജ് ചെയ്യണം. അന്ന് 3-4 ബാറ്ററി വമ്പൻ ബാറ്ററികളൊക്കെ ഉള്ള ക്യാമറയായിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് 3-4 ബാറ്ററിയൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തീരും. ഹോട്ടലിൽ പോയി ഇത് ചാർജ് ചെയ്തെങ്കിലേ നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇന്നത്തെ പോലെ പവർ ബാങ്കോ മൊബൈൽ ഫോണിലൊന്നും അല്ലല്ലോ ഷൂട്ട് ചെയ്യുന്നത്, പ്രൊഫഷണൽ ക്യാമറകളല്ലേ. അപ്പോൾ അയാൾ പറഞ്ഞാൽ, എന്നാൽ ശരി, ഞാൻ ഹോട്ടലിൽ തന്നെ ആക്കിയേക്കാം, എന്നിട്ട് ഞാൻ എയർപോർട്ടിലേക്ക് പൊക്കോളാം. അങ്ങനെ ഞാൻ ഹോട്ടലിലേക്ക് തിരിയുന്ന സ്ഥലത്തെത്തിയപ്പോഴത്തേക്കും അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, സൈപ്രസിൽ ഇനി എന്താ നിങ്ങളുടെ അടുത്ത ദിവസങ്ങളിലൊക്കെ പരിപാടി? ഞാൻ പറഞ്ഞു, നാളെ എനിക്ക് നിക്കോഷ്യയ്ക്ക് പോകണം, തലസ്ഥാനത്തേക്ക് പോകണം. അവിടെ ഒത്തിരി ചരിത്രമുള്ളതല്ലേ, ഇപ്പോഴും പോരാട്ടം നടക്കുന്ന അതിർത്തിയല്ലേ, അവിടെ ഒന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്, തിരിച്ചു വരണം. അത് കഴിഞ്ഞ് മറ്റന്നാൾ മുതൽ എനിക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. എൻ്റെ ഒരു ഫ്രണ്ട് വരും. അദ്ദേഹം നിങ്ങളുടെ സൈപ്രസ് എയർലൈൻസിൻ്റെ മിഡിൽ ഈസ്റ്റിൻ്റെ മാനേജറായിരുന്നു. അപ്പോൾ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അദ്ദേഹത്തിനോട് പോകാം. പക്ഷേ നാളെ എനിക്ക് നിക്കോഷ്യയ്ക്ക് പോകണം. അതാണിപ്പോൾ പ്ലാന്. ആരെങ്കിലും കണ്ടുപിടിക്കണം. അദ്ദേഹം ഓടിക്കൊണ്ടിരുന്ന വണ്ടി പയ്യെ ഒന്ന് സ്ലോ ആക്കിയിട്ട് എൻ്റെ നേരെ തിരിഞ്ഞിട്ട് ചോദിച്ചു, ഞാൻ മതിയോ നാളെ? എനിക്കൊന്നും പറയാനില്ല. ഞാൻ കൈ നീട്ടി ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. ധാരാളം. എന്നെ ആ ഹോട്ടലിൻ്റെ, ഞാൻ താമസിക്കുന്ന ക്രൗൺ റിസോർട്ടിൻ്റെ മുന്നിൽ ഇറക്കി വിട്ടിട്ട് ആവേശത്തോടെ അത്യാഹ്ലാദത്തോടെ രാവിലെ 7:30 എന്ന് പറഞ്ഞിട്ട് സ്റ്റെലിയോസ് വണ്ടി ഓടിച്ചു പോയി. ആ എക്സൈറ്റ്മെൻറ്റ് എനിക്കും കാണാമായിരുന്നു. ഞാനും സന്തോഷത്തോടെ ഹോട്ടലിലേക്ക്, എൻ്റെ മുറിയിലേക്ക് നടന്നു. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.